ഹായ്, അപ്പോൾ ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ കണ്ണൂരിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മറൈൻ എക്സ്പോ ആണ്. അതിൽ അണ്ടർ വാട്ടർ ടണലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ശരിക്കും കടലിനടിയിൽ കൂടെ നടക്കുമ്പോഴുള്ള ഒരു കറക്റ്റ് ഫീലിംഗ് നമുക്ക് കിട്ടാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണിത്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു അണ്ടർ വാട്ടർ ടണലാണ് നമ്മുടെ മറൈൻ എക്സ്പോയിൽ നമ്മൾ കണ്ണൂർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരുന്നത്. അപ്പം ഇതാണ് അണ്ടർ വാട്ടർ ടണലിൻ്റെ ഉൾഭാഗം. ശരിക്കും നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണിത്. കടലിൻ്റെ അടിയിൽ കൂടെ നടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കറക്റ്റ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അണ്ടർ വാട്ടർ ടണൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഇങ്ങനത്തെ അക്വേറിയംസും മറൈൻ അക്വേറിയംസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പം അതിൻ്റെ ഒരു മറൈൻ എക്സ്പോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് നിലയിൽ തന്നെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു കിടുക്കാച്ചി ഫീലാണ്. കുട്ടികൾക്കൊക്കെ ശരിക്കും ത്രിൽഡ് ആവുന്ന, എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ത്രിൽഡ് ആവുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് ഈ ഒരു ടണൽ. നല്ല മനോഹരമായിട്ട് അവരത് ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. അപ്പം ഇതിനൊരാൾക്ക് 120 റുപ്പീസാണ് ചാർജ് വരുന്നത്. ടൈമിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 to 9:30 PM ആണ് ഇതിൻ്റെ ടൈമിങ് വരുന്നത്. ഏപ്രിൽ 5 മുതൽ നമ്മുടെ ഇതിവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം കണ്ണൂർ വരുന്നവർക്ക് ഇപ്പം നമ്മുടെ വിഷു അല്ലെങ്കിൽ റംദാനൊക്കെ ലീവിനൊക്കെ ഉള്ള ആൾക്കാർക്കും സെലിബ്രേറ്റ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ എന്താണെങ്കിലും വന്ന് മസ്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലെ സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ മറൈൻ എക്സ്പോ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ ഇവിടെ തന്നെ, ഇതിനുള്ളിൽ തന്നെ നമുക്ക് മഡഗാസ്കർ ഷോ ഉണ്ട്. അതുപോലെ തന്നെ APJ അബ്ദുൽ കലാമിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് പറയുന്ന മിസൈൽ മാനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇതിൻ്റെ അങ്ങോട്ടുള്ള എൻട്രൻസ് വരുന്നത്. നമ്മുടെ മറൈൻ അണ്ടർ വാട്ടർ ടണലിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസ് വരുന്നത്. ആദ്യം കുറച്ച് അക്വേറിയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ടണലിൻ്റെ ഔട്ട്സൈഡ് ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്നിട്ട് നമ്മൾ ഇതിലൂടെ നടന്ന് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി. അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് കുറച്ച് അക്വേറിയംസും കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റും. അതിൻ്റെ മിഡിൽ ഭാഗത്താണ് നമ്മുടെ ഈ ടണൽ, അണ്ടർ വാട്ടർ ടണൽ വരുന്നത്. അതിനുള്ളിലെ മീനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മെയിനായിട്ട് ടെട്ര, കാർപ്പ്, ഷാർക്ക്, സീല്, ഗൗരാസ്, അതുപോലെ ഈ ആരാപൈമ, ഇതുപോലത്തെ മെയിനായിട്ടുള്ള മീനുകളാണ് ഇവിടെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ അക്വേറിയങ്ങളുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള ടണൽ, അണ്ടർ വാട്ടർ ടണൽ വരുന്നത്. ശരിക്കും ഒരു കിടുക്കാച്ചി എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും കണ്ണൂരുള്ളവർക്ക് ഈ ഒരു 120 റുപ്പീസ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് ഇത്. നമ്മൾ വാട്ടറിനടിയിൽ നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ അറിയാം വാട്ടറിനടിയിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്. ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. കടലിനടിയിൽ കൂടെ നടക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെയൊക്കെ മീനുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അതുകൊണ്ടൊക്കെ തന്നെ നല്ല ഒരു കിടുക്കാച്ച എക്സ്പീരിയൻസ് തന്നെയാണിത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ടണലിൻ്റെ ഔട്ട്സൈഡ് ഭാഗമാണ്. നമ്മളിനി ഇതിലൂടെ നടന്ന് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി. അപ്പം നമുക്ക് ശരിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ടെട്രാസൊക്കെ എത്ര ധാരാളമായിട്ട് നമുക്ക് ടെട്രാസിനെ കാണാൻ പറ്റും. അപ്പം എന്നിട്ട് നമുക്ക് ഇത് പിന്നെ ടണലിൻ്റെ ഔട്ട്സൈഡ് ഭാഗമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ സൈഡിൽ കൂടെ നടന്നിട്ട് നമ്മൾ ഉള്ളിൽ കയറണം. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറ സൈഡിൽ നമുക്ക് സെയിം കാണാൻ പറ്റും. അതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്താണെങ്കിലും മിസ് ചെയ്യാണ്ട് എന്താണെങ്കിലും വന്ന് കാണാൻ ശ്രമിക്കുക. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും.
ഫിഷസ് വരുമ്പോൾ അതിന് ഇതിലവിടെ കണക്റ്റീവായിട്ട് ചില മീനുകൾ അങ്ങനെ അപ്പോൾ നമ്മളിനി ടണലിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. ടണലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ കുറേ ഷാർക്കുകളെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ധാരാളം ഷാർക്കുകളെ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ അരാപ്പയ്മ കാര്യങ്ങൾ ഷാർക്കൊക്കെ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മളൊരു കടലിനടിയിൽ ചെന്നൊരു ഫീൽ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. സൈഡിലൊക്കെ ഫുൾ ഷാർക്കുകൾ, അതിൻ്റെ മുകളിൽ അരാപ്പയ്മ, വലിയ അരാപ്പ, നമ്മളെക്കാളും വലിയ അരാപ്പയ്മ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ഒരു കടലിൻ്റെ വെള്ളത്തിനടിയിൽ നിന്ന് ഉള്ളിൽ നിൽക്കുന്ന ഒരു കടലിനടിയിൽ നടക്കുന്ന ഒരു ഫീൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കുറേ കാർപ്പുകളെ കാണാൻ പറ്റും. കോഴിക്കാർപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ധാരാളമായിട്ടുണ്ട്. ടെട്രാസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള അട്രാക്ഷൻ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ കറക്റ്റ് ഫീല് മനസ്സിലാവുള്ളൂ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഒരു എ സിയും കൂളറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ ഈ അണ്ടർ വാട്ടർ ടണൽ, നമ്മുടെ മറൈൻ എക്സ്പോയിലെ അണ്ടർ വാട്ടർ ടണൽ. അപ്പം എന്തുകൊണ്ടും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. വലിയ അരാപ്പയ്മകളൊക്കെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോകുന്നുണ്ട്. കുട്ടികളൊക്കെ ശരിക്കും ത്രില്ലടിക്കുക. അപ്പോൾ എന്തുകൊണ്ടും കുട്ടികൾക്കൊക്കെ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസും നല്ലൊരു ഫീലിങ്ങുമാണ്.